പലപ്പോഴും ആൾക്കാർ ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന ഒരു കാര്യം സാലറിയാണ്. പക്ഷെ നല്ലൊരു സാലറി ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ആ ജോബിൽ ഹാപ്പി ആയിരിക്കും? ഒരിക്കലും ഇല്ല. കാര്യം ശരിയാണ്, നമുക്ക് മണി ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ജോബ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അവിടെ നിൽക്കണോ നിൽക്കണ്ടേ എന്ന് തീരുമാനിക്കാനായിട്ട്? ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. നമ്മൾ വർക്കിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, അത് നമ്മുടെ ലൈഫിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവുക, അതുപോലെ തന്നെ ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ ഇൻഡൽജ് ചെയ്യുക, അതുപോലെ തന്നെ വെറുതെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും നമുക്ക് പറ്റണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള എൻവയറമെൻ്റ് ആണ് നിങ്ങളുടെ വർക്കിൻ്റെ അവിടെ ഉള്ളത്. നിങ്ങൾക്കത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ബാധിക്കുന്നുണ്ട്. സംസാരിച്ച് നോക്കിയിട്ടും എത്ര ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ യു ഹാവ് ടു ലീവ് ദാറ്റ് എൻവയറമെൻറ്റ്. നിങ്ങൾ എത്ര ഹൈലി പെയ്ഡ് ആണെങ്കിലും നിങ്ങൾ ഇനിയും അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് വേഴ്സ് ആവുകയുള്ളൂ. ഒരിക്കലും ആ സാലറിക്ക് നമ്മൾ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിൻ്റെ ലെവലിലേക്ക് എത്താൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പേർപ്പസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വളരെ ഇഷ്ടമുള്ള, ഇതാണ് എൻ്റെ കോളിംഗ്, ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തോന്നുന്ന ഒരു ജോലി നമ്മൾ സെലക്ട് ചെയ്യുക. എന്തായാലും ഏത് വർക്കാണെന്നെങ്കിലും നമുക്ക് വർക്കിൻ്റെ പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, നമുക്ക് അതിലൊരു കോളിംഗ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. സോ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്ക് നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. മൊത്തം ലൈഫായി ഒരിക്കലും കൺസിഡർ ചെയ്യാതെ ഇരിക്കുക.